Tereyilakam, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. നമസ്കാരം. ഇന്നത്തെ രാഷ്ട്രീയ വാർത്തകളും സംഭവവികാസങ്ങളുമായി തെരയിളക്കം ആരംഭിക്കുകയാണ്. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് 45 ഡിഗ്രിയിൽ കൂടുതൽ ചൂടാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് സ്ഥാനാർത്ഥികൾ വിയർത്തൊലിക്കാറുണ്ട് എങ്കിൽ പാലക്കാടും ആലത്തൂരും ഒക്കെയുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വിയർത്തൊലിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഈ കൊടും ചൂടിൽ തന്നെയാണ്. അങ്ങനെ കേരളം ചുട്ടുപൊള്ളുമ്പോൾ രാഷ്ട്രീയ ചൂട് വർദ്ധിച്ചു വരികയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ശേഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2 ആഴ്ച സമയം മാത്രമാണ് ഇനി വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഒക്കെ സമയം ശേഷിക്കുന്നത്. അതുകൊണ്ട് കൊടും ചൂടിനെയും അവഗണിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുന്നണികളും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തെരയിളക്കത്തിലേക്ക്. Tereyilakam, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. സംസ്ഥാനത്തെ മുസ്ലിം സഹോദരങ്ങൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സാധാരണ നിലയിൽ നമുക്കറിയാം ഇത്തരം വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ നൽകുന്നത് ഈ പെരുന്നാൾ ആഘോഷത്തിനാണ്. പക്ഷേ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം എന്നത് അവർ ലോകത്ത് തന്നെ ഏറ്റവും അധികം രാഷ്ട്രീയ സാക്ഷരതയുള്ള സമൂഹം ആണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷവേളകളിൽ ഉൾപ്പെടെ സജീവമായി രാഷ്ട്രീയം പറയുന്നവർ ആണ് നമ്മൾ. ഇപ്പോൾ ഈ ചെറിയ പെരുന്നാൾ ദിനത്തിലും അങ്ങനെ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ ഈദ്ഗാഹുകളിൽ നിന്ന് എല്ലാം തന്നെ ഈ പെരുന്നാൾ സന്ദേശം എന്ന നിലയിൽ പരസ്പര സാഹോദര്യത്തെക്കുറിച്ച്, സഹവർത്തിത്വത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാറ് എങ്കിൽ ഇന്ന് ഈ ഈദ്ഗാഹുകളിൽ നിന്ന് നൽകിയ സന്ദേശങ്ങളിലെല്ലാം ഒരു വിഷയം പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, കേരള സ്റ്റോറി എന്ന സിനിമയാണ്. എന്തുകൊണ്ടാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കേരള സ്റ്റോറി എന്ന ചിത്രത്തിൻ്റെ പ്രമേയം എന്നത് പ്രണയചതിയെക്കുറിച്ചാണ്. അത് പ്രണയചതി എന്ന് മാത്രം നമുക്ക് വിവരിക്കാനാവില്ല, മറിച്ച് പ്രണയത്തിലൂടെ മതം മാറ്റം പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന തരത്തിലുള്ള പ്രമേയമാണ് ഈ കേരള സ്റ്റോറി പറയുന്നത്. എന്നാൽ അത് കേരളത്തെ താറടിക്കുന്ന ചിത്രമാണ് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ, രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലായിരുന്നു ക്രിസ്തീയ സഭകൾ ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. അത് കുട്ടികൾക്കിടയിൽ പ്രദർശിപ്പിച്ചു, കുടുംബ യോഗങ്ങൾക്കിടയിലും പ്രദർശിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് പെരുന്നാൾ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങളിൽ എല്ലാം തന്നെ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടായിരുന്നു. എന്തുകൊണ്ട് തെരയിളക്കം ഇന്ന് ഇങ്ങനെയൊരു വാർത്തയിൽ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, കേരളം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സാക്ഷരത ഏറെയുള്ള ജനങ്ങളാണ് മലയാളികൾ എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയത്തെയും മതത്തെയും കൂട്ടിച്ചേർക്കരുത് എന്ന് രാഷ്ട്രീയ നേതാക്കൾ തന്നെ പറയാറുണ്ട്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് നമുക്കെല്ലാം അറിയാം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഈ മതസാമുദായിക നേതാക്കളെ എല്ലാം നേരിട്ട് പോയി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞ ശേഷമാണ് പലയിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാറ്. ഏത് ജാതി വിഭാഗത്തിലാണോ സ്വാധീനം ഉള്ളത് ആ സ്വാധീന മേഖലകളിൽ ആ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ആണ് മത്സര രംഗത്തേക്ക് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് മതസാമുദായിക നേതാക്കൾ എന്താണ് പറയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരയിളക്കത്തിൽ ആദ്യം അതുമായി ബന്ധപ്പെട്ട് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈ ഈദ്ഗാഹുകളിൽ അടക്കം നൽകിയ സന്ദേശം എന്തായിരുന്നു എന്ന റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് ഈദ് നമസ്കാര വേദികളിലും കേരള സ്റ്റോറി തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. തിരുവനന്തപുരത്ത് പാളയ ഇമാം ശുഹൈബ് മൗലവിയാണ് പ്രധാനമായും ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന നിലപാടിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം, കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി അല്ല എന്ന വിമർശനമാണ് സുഹൈബ് മൗലവി പാളയത്ത് ഉന്നയിച്ചത്. സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ച ചെയ്യാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു വട്ടം ചർച്ച ചെയ്തതാണ്, വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്.
നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. അകറ്റുന്നതാവരുത് കല. പരസ്പരം മടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ക്രൈസ്തവ മുസ്ലിം വിശ്വാസികൾ സഹവർദ്ദത്തോടെ പെരുമാറുന്ന നാടാണ് കേരളം. അതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്ന പരാമർശമാണ് ഹുസൈൻ മടവൂർ നടത്തിയത്. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി. അത് മറച്ചു വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയത്തിൽ പെട്ടിട്ടുണ്ട് അല്ലെ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് എന്താണെന്നറിയോ? ദർ ഈസ് ലവ് ബട്ട് നോ ജിഹാദ് എന്നാണ്. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. ദർ ഈസ് ലവ്, അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ, വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും കെണി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദർ ഇസ് നോ ജിഹാദ്. അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ. ആരും അതിന് പ്രവർത്തിക്കുന്നില്ല, അതിന് ആവശ്യവുമില്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല. ഇതും യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. ഏതായാലും കേരള രാഷ്ട്രീയ സമൂഹം ത്തിലെ ഭൂരിപക്ഷവും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗവും ചർച്ച ചെയ്ത് കേരളത്തിന്റെ റിയൽ സ്റ്റോറി അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേരള സ്റ്റോറി വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും സാമുദായിക വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനൊരു തീരുമാനത്തോടു കൂടിയാണ് കേരള സ്റ്റോറിയുടെ രണ്ടാം എപ്പിസോഡ് കേരളത്തിൽ ആരംഭിച്ചത്. അതിനെ എതിർത്ത് ഇടതുപക്ഷവും UDFും രംഗത്ത് വന്നു. അതിനെ അനുകൂലിച്ച് BJP രംഗത്ത് വന്നു. അതിനുശേഷം ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും ഒക്കെ ഇത് പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വന്നതോടുകൂടിയാണ് വീണ്ടും കേരള സ്റ്റോറി ചർച്ചയാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും BJP ഉൾപ്പെടെ സംഘടനകൾ ഇതിനെ എതിർക്കുന്നു എന്ന ചോദ്യമാണ് വലതു മുന്നണികളോട് ഉന്നയിക്കുന്നത്. ഇത് പ്രദർശിപ്പിക്കണം, ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന അഭിപ്രായപ്പെടുന്ന ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമുണ്ട്. അവരിലും ഭിന്നതയുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യമായി തന്നെ കേരള സ്റ്റോറി വരും ദിവസങ്ങളിലും കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായും പ്രചരണ വിഷയമായും മാറുമെന്ന് ഉറപ്പാണ്. റൈറ്റ്. അരുണിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പ്രധാനമായും മത പുരോഹിതരുടെ സന്ദേശം എന്തായിരുന്നു എന്നാണ്. എങ്കിൽ ഈ വിഷയത്തിന്മേൽ ഇന്നും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. അതിൽ ആദ്യം തന്നെ നൽകേണ്ടത് കേരള സ്റ്റോറി സിനിമയുടെ പ്രചാരണം എന്നത് കേരളത്തിൽ ഉള്ളവർ കണക്കിലെടുക്കില്ല എന്ന മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം ആണ്. ഇത്തരം പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും ആരും വീണു പോകരുത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതെല്ലാം കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്നും കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം എല്ലാവർക്കും അറിയാം എന്നുമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ജനങ്ങളത് കണക്കിലെടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സാമുദായിക സൗഹാർദ്ദത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷമാണല്ലോ കേരളത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണത്തിലും കാര്യമില്ല. പിന്നെ അത്തരം പ്രലോഭനങ്ങളിലൊന്നും ആരും വീണു പോകരുതെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇന്നിപ്പോൾ പള്ളികളിലൊക്കെ ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ അങ്ങനെ പ്രകോപനത്തിലൊന്നും ആരും വശംബദ്ധരായി പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകതയാണല്ലോ സാഹോദര്യത്തോടെ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പിന്നെ ഈ ഇത്തരത്തിലുള്ള കഥകളൊക്കെ തന്നെ കെട്ടിച്ചമക്കപ്പെടുന്നതാണ്. യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് സിനിമയുടെ പേരിൽ ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം പഠിക്കുന്നവർക്കറിയാം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും വലിയ വിമർശനം തന്നെയാണ് സിനിമയ്ക്ക് നേരെ ഉന്നയിക്കുന്നത് എന്ന് നമുക്കറിയാം. കോഴിക്കോട് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എളമരം കരീമാണ്. അവിടെ കരീമിക്ക എന്നാണ് പോസ്റ്ററുകളിൽ പോലും ഇടതുപക്ഷം ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു വിഭാഗത്തിന്റെ വിശേഷണമാണ് എങ്കിൽ അങ്ങനെ കൂടി വിശേഷിപ്പിക്കുന്നവർ ഈ സംസ്ഥാനത്തുണ്ടാകണം. അവരും ജനാധിപത്യത്തിന്റെ ഭാഗമാകണം. അവരോട് മറ്റ് ഇതര വിഭാഗങ്ങൾക്കൊന്നും ഒരു തരത്തിലുമുള്ള വിദ്വേഷത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു നാടല്ല കേരളം എന്ന സന്ദേശം കൂടിയാണ് ഇടതുപക്ഷം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിഷം കഴിച്ചാൽ അബദ്ധമാകും എന്നറിഞ്ഞിട്ടും കഴിക്കുന്നവർ ഉണ്ട് എന്നാണ് എളമരം കരീം പ്രതികരിച്ചത്. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കേരള ചരിത്രത്തെ പുച്ഛിക്കുന്നതാണ് കേരള സ്റ്റോറി. RSS അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്നും എളമരം കരീം വിമർശിച്ചു. കേരള സ്റ്റോറി കേരളത്തിന്റെ എല്ലാ ചരിത്രത്തെയും പുച്ഛിക്കുന്നതും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതാണ്. RSS ആണ് ഇതിന് പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ അവർ പ്രദർശനത്തിന് മുന്നോട്ട് വയ്ക്കാൻ ഇതൊന്നും കേരള ജനത അംഗീകരിക്കില്ല.
കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയും ചിത്രത്തിന് എതിരെ തന്നെയാണ് രംഗത്ത് വന്നത്. വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം ആണ് എന്നും അത് അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ് MK രാഘവൻ പറഞ്ഞത്. പ്രത്യേകിച്ച് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതൊരു കേരളത്തിൽ അനുവദിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. കേരളത്തിന്റെ ഒരു നമ്മുടെ മഹിതമായ പാരമ്പര്യമുണ്ട്, ഒരു മതേതര പാരമ്പര്യമാണ്, സംസ്കാരമാണ്. അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ വിഭാഗീയതയുടെ ഒരു ആഴം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ബോധപൂർവമായ ശ്രമമാണ്. അത് ആ ശ്രമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് പോകണം. എല്ലാവരും സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണം. എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയാവുന്ന ഒരു സംരക്ഷണം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. തീർന്നില്ല. കേരള സ്റ്റോറി അല്ല യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്ന് ശശി തരൂരും പറയുകയാണ്. അതായത് മലബാർ മേഖലയിലെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, കേരളത്തിൽ ഉടനീളമുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ BJP ഇതര അല്ലെങ്കിൽ NDA ഇതര സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ ചിത്രത്തെയും ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന രീതിയെയും ശീലത്തെയും ഒക്കെ തള്ളിക്കളയുകയാണ്. കേരളത്തിലേത് മതസൗഹാർദ്ദത്തിന്റെ സ്റ്റോറിയാണ്, ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിത്രമാണ് കേരള സ്റ്റോറി എന്നും ശശി തരൂർ വിമർശിക്കുകയാണ്. ഞങ്ങളുടെ അഭിപ്രായം മൊത്തത്തിലാണ് ഈ കേരള സ്റ്റോറി അല്ല യാഥാർത്ഥ്യ കേരള സ്റ്റോറി. യാഥാർത്ഥ്യ കേരള സ്റ്റോറി ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ സംസ്ഥാനമാണ്. വന്ന് നമ്മുടെ ഓണം ആഘോഷം കാണും എല്ലാ മതത്തിൻ്റെ ജനങ്ങൾ. വന്ന് ഭീനപ്പള്ളി ഉറസിൽ വരും, എല്ലാ മതത്തിൻ്റെ ആൾക്കാർ ഇവിടെ ആഘോഷിക്കുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ റിയൽ കേരള സ്റ്റോറി. ഈ സിനിമയുടെ കഥ ശരിക്ക് സമുദായങ്ങളുടെ ഇടയിൽ ഒരു ക്രോധം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. അത് നമ്മുടെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. കേരള സ്റ്റോറി ഈ സഭകൾ പ്രദർശിപ്പിച്ചപ്പോൾ മുതൽ സഭയ്ക്കകത്ത് നിന്ന് ചില വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്നും ആ അജണ്ടയിൽ വീണു പോകരുത് എന്നുമുള്ളതാണ് എതിർ അഭിപ്രായം. മാത്രവുമല്ല, എല്ലാ സ്റ്റോറികളും കാണണമെങ്കിൽ എന്തുകൊണ്ടാണ് മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങൾ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും ആ വിഭാഗത്തിൽപ്പെട്ട മുതിർന്നവരെയും ഒക്കെ കാണിക്കാത്തത് എന്ന മറു ചോദ്യം ചില രാഷ്ട്രീയ കോണുകളിൽ നിന്നുകൂടി ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോഴിതാ അങ്ങനെ മണിപ്പൂരിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അത് സാഞ്ചോപുരം പള്ളിയിലാണ് മണിപ്പൂർ ക്രൈ ഓഫ് ദ ഒപ്രൈസ്ഡ് എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. കേരള സ്റ്റോറി പോലുള്ള സംഘടിത പ്രചാരണം ഒരു വശത്ത് നടക്കുമ്പോൾ സത്യം വിളിച്ചു പറയേണ്ടത് ആവശ്യം ആണ് എന്നാണ് അവിടുത്തെ പള്ളി വികാരി നിതിൻ പനവേലിൽ പറഞ്ഞത്. 100-ലേറെ വരുന്ന ബൈബിൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിയണമെന്ന് പള്ളി വികാരി നിതിൻ പനവേലി പറഞ്ഞു. കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും ഏതെങ്കിലും രൂപതയോ സഭയോ നല്ലത് പറഞ്ഞതുകൊണ്ട് അതിൽ മാറ്റം വരില്ലെന്നും പള്ളി വികാരി കൂട്ടിച്ചേർത്തു. വേദനിക്കുന്നവർക്കൊപ്പമാണ് നിൽക്കേണ്ടത്, അജണ്ടയല്ല വസ്തുതകളാണ് അറിയേണ്ടത്. ലവ് ജിഹാദിന്റെ ഊതിപ്പെരുപ്പിച്ച കണക്കുകൾക്ക് പകരം കൃത്യമായ കണക്കുകൾ പുറത്തുവിടട്ടെ എന്നും ഫാദർ പറഞ്ഞു. മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനം ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും ആവർത്തിക്കുന്നത് തെറ്റില്ല. പക്ഷേ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ്, കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ്, വിവേകമുള്ളവരാണ്. അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ ഇതിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ, നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ, ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് കേരളത്തെപ്പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്നൊരു കേരളമല്ലല്ലോ. അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം ശക്തമാണ്. പ്രണയക്കെണിക്കെതിരെ ബോധവൽക്കരണം ആവശ്യമെന്ന് പറയുന്നവർ തന്നെ കേരള സ്റ്റോറി സിനിമ ഏറ്റെടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് KCVC അടക്കം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കലാപം തടയാൻ മണിപ്പൂർ സർക്കാർ പരാജയപ്പെട്ടു എന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല എന്നും വലിയ രീതിയിൽ സഭ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരള സ്റ്റോറി സിനിമ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ സമൂഹം ഏറ്റെടുക്കുന്നത് അനുകൂലമായിട്ടാണ് NDA നേതൃത്വവും അറിയിക്കുന്നത്.
നവമി സൂചിപ്പിക്കുന്ന പോലെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വലിയ തോതിൽ തങ്ങൾക്ക് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് NDA സ്ഥാനാർത്ഥികളും BJPയും ഒക്കെ. അതിനുള്ള ഒരു മറുപടി എന്ന നിലയിൽ കൂടിയാണ് ഇത്തരത്തിൽ മണിപ്പൂർ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവിടെ കേന്ദ്ര സർക്കാർ അടക്കം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്ന മറ്റൊരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം എന്നത്. ഇതും മുസ്ലിം സമുദായത്തിനടക്കം വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ റിയാസ് മൗലവി കൊലപാതകവും അതോടൊപ്പം തന്നെ CAAയുമായി ബന്ധപ്പെട്ട പരാമർശം ആയിരുന്നു പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയുടെ ഈദ് ദിന സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ഈ രണ്ട് വിഷയവും ഇപ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. രാജ്യത്ത് മുസ്ലിം വിരുദ്ധ നടപടികളുമായി ഭരണകൂടം മുന്നോട്ടു പോകുന്നതിൻ്റെ ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി നിയമം. റിയാസ് മൗലവി കൊലപാതക കേസിൽ വീഴ്ച പരിഹരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും സർക്കാർ എത്രയും വേഗം അപ്പീൽ പോയത് സ്വാഗതാർഹമാണ് എന്നും പാളയം ഇമാം പറഞ്ഞു. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിരുന്നു പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയുടെ റംസാൻ സന്ദേശം. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായി. ഞാൻ പറയുന്നു, നാം പലസ്തീന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കലാണ്. നാം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൈശാചികതയുടെ കൂടെ നിൽക്കലാണ്. എതിരാണെന്ന് പറയുകയും ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ നമ്മുടെ ഫ്രിഡ്ജുകളിൽ കയറ്റിവെക്കുകയും ചെയ്യുന്ന വിരോധാഭാസം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വരുന്നതല്ലെന്ന് ഈ സമയത്തെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്, അതല്ലെങ്കിൽ ഞാൻ പറയുകയാണ്. നമ്മൾ ആ നിലപാട് എടുത്തേ മതിയാവൂ. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനവും പ്രസംഗത്തിൽ ഉയർന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയായിരുന്നു വാക്കുകൾ. സയനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന വംശീയ അജണ്ട പോലെ തന്നെ രാജ്യത്തും മുസ്ലിം വിരുദ്ധവും വംശീയവുമായ അജണ്ടകളുമായി ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാഗ്വാദങ്ങൾ നമ്മൾ കേൾക്കുന്ന സഹോദരങ്ങളെ. റിയാസ് മൗലവി കൊലപാതകത്തിലും പ്രതികരണം ഉണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു വിധി നീതിബോധമുള്ള മുഴുവൻ ആളുകളെയും ഏറെ നിരാശപ്പെടുത്തി. കാസർഗോഡ് മദ്രസാധ്യാപകനെ പള്ളിയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് 3 പ്രതികളെയും വിട്ടയക്കാനുള്ള കോടതി വിധിയുണ്ടായത്. വീഴ്ച എവിടെയാണോ സംഭവിച്ചിട്ടുള്ളത് അത് പരിഹരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാവണം. ഭീമാപള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. Today is a very happy occasion. We are celebrating Eid after fasting for 1 month. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശശി തരൂരിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു ഈ പെരുന്നാൾ ദിനത്തിൽ തന്നെ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട. എങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ കൂടി അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു. അത് മറ്റൊന്നുമല്ല, ഹമാസ് ഇസ്രായേൽ പോരാട്ടം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായ അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങൾ. അദ്ദേഹം ഹമാസിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന തരത്തിൽ ഉള്ള ചില പരാമർശങ്ങൾ പിന്നീട് വിവാദമായ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം സെമിനാറിലും യോഗത്തിലുമൊക്കെ ഉദ്ഘാടകനായി എത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും വിശദീകരിക്കേണ്ടി വരുന്നുണ്ട് ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലം. അന്നും ഇന്നും നാളെയും പലസ്തീന് ഒപ്പം എന്നാണ് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ആവർത്തിക്കുന്നത്. MP ആയിരുന്നപ്പോൾ അത് വ്യക്തമാക്കിയിരുന്നതാണ്. ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കുന്നത് പൈശാചികമെന്ന പാളയം ഇമാമിന്റെ വിമർശനത്തിന് പിന്നാലെയാണ് തരൂരിന്റെ പ്രതികരണം. അന്നും ഇന്നും നാളെയും ഞാൻ പാലസ്തീനിയൻ ജനങ്ങളൊപ്പം തന്നെയാണ്. ഇത് ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽക്കും ഭാരത സർക്കാരിൻ്റെ മന്ത്രിയായിട്ടും ഒരു പ്രതിപക്ഷ MP ആയിട്ടും എൻ്റെ സ്റ്റാൻഡ് സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ഗുണം കാണുന്നില്ല. ഞാൻ എല്ലാ വിധത്തിലും ഈ കാര്യത്തിൽ എൻ്റെ പ്രസംഗമെന്ന് ജനങ്ങൾ യൂട്യൂബിൽ കയറി കേൾക്കട്ടെ. അന്യൻ്റെ ഇന്റർപ്രിട്ടേഷനെ പിടിച്ച് നടത്തിയിട്ട് വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല. റൈറ്റ്. തിരയിളക്കം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇന്ന് ചെറിയ പെരുന്നാളാണ്. അത്തരം ആഘോഷ കാഴ്ചകൾ കാണാനായിരിക്കും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത്. എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നത്തെ പെരുന്നാൾ സന്ദേശത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയ വാർത്തകൾ ആണ് തിരയിളക്കം തുടക്കത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇനി രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അനിൽ ആന്റണിയാണ്. പ്രത്യേകിച്ച് അനിൽ ആന്റണിക്ക് നേരെ ദല്ലാൽ നന്ദകുമാർ തൊടുത്തുവിട്ട അസ്ത്രം അത് ആർക്ക് ഗുണകരമാകും? പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.
മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ ചേർന്നത് വലിയ വാർത്തയായിരുന്നു. ദേശീയ തലത്തിൽ അടക്കം വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. പിന്നീട് പത്തനംതിട്ടയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി അപ്രതീക്ഷിതമായി എത്തിയതും വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. അനിൽ ആന്റണിക്ക് വേണ്ടി പ്രധാനമന്ത്രി തന്നെ പ്രചാരണത്തിനായി എത്തിയ സാഹചര്യമൊക്കെയുണ്ട്. ഇപ്പോഴിതാ വീണ്ടും അനിൽ ആന്റണി വാർത്തകളിൽ നിറയുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ദല്ലാൽ നന്ദകുമാർ എന്ന നന്ദകുമാറിന്റെ ആരോപണം ആണ്. ആ ആരോപണത്തിന്മേൽ ഇപ്പോൾ പോര് മുറുകുകയാണ്. നന്ദകുമാർ ആരോപിച്ച പണമിടപാട് സ്ഥിരീകരിച്ചുകൊണ്ട് PJ കുര്യൻ രംഗത്തെത്തിയിരിക്കുന്നു. പണം തിരികെ വാങ്ങി നൽകാൻ താൻ ഇടപെട്ടിരുന്നു എന്നാണ് PJ കുര്യൻ പറയുന്നത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കാര്യമോ കാശ് മേടിച്ച് അതിന് കാശ് മേടിച്ചതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊന്നും എന്നോട് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആന്റണിയോടാണോ പറഞ്ഞത് ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ പോലും. ഞാൻ ഇന്ന് TV ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു, TV ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞില്ല. 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. 8 ലക്ഷം രൂപ ആണെന്നുള്ള വിവരം എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല. കാര്യം റൈറ്റ്, ഇതാണ് PJ കുര്യൻ പറയുന്നത് എങ്കിൽ PJ കുര്യനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് അനിൽ ആന്റണി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അനിൽ ആന്റണിയുടെ പശ്ചാത്തലം നമുക്കറിയാം. മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തനിക്ക് ഈ കോൺഗ്രസിനുള്ളിലെ അന്തർനാടകങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട് എന്നാണ് അനിൽ ആന്റണി പറയുന്നത്. അങ്ങനെ തൻ്റെ അച്ഛനായ AK ആന്റണി അടക്കം ചതിച്ച് പാരമ്പര്യമുള്ള വ്യക്തിയാണ് PJ കുര്യൻ എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം AK ആന്റണി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും അതാണ് നടന്നത്. അത്തരത്തിലൊരു ചതിക്കപ്പെടുകയാണ് അച്ഛൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം എന്നാണ് അനിൽ ആന്റണി പറയുന്നത്. ഇതിന് പിന്നിൽ PJ കുര്യന്റെ ബുദ്ധിയാണ് എന്നുകൂടി പറയുന്നുണ്ട് അനിൽ ആന്റണി. പരാജയ ഭീതി മൂലം കോൺഗ്രസ് നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്നു എന്നും അനിൽ ആന്റണി ആരോപിച്ചു. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറികെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ PJ കുര്യൻ. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച 52 വർഷം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ K കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് AK ആന്റണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ തന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ളൊരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരും. ഈ ആരോപണത്തിൽ ഉയർന്നു കേട്ട മറ്റൊരു പേര് PT തോമസിൻ്റെതാണ്. അദ്ദേഹം മരിച്ചുപോയി എന്ന് നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ഇപ്പോൾ MLA ആയിട്ടുള്ളത്. PT തോമസും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്ന തരത്തിലുള്ള പരാമർശമൊക്കെ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് പറയുന്നത് ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ്. പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. എനിക്ക് നന്ദകുമാറിനെ നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ ഒരു സൈക്കിളെ ഓട്ടി ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു നന്ദകുമാർ. ഈ നന്ദപ്പൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പം നന്ദപ്പന് ഇപ്പം ഇങ്ങനെയൊരു ആരോപണം പറയുമ്പോൾ ഇതിൽ എനിക്ക് ഒരറിവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം, PT തോമസിനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. പിന്നെ ഇലക്ഷൻ കാലം നമ്മളിപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ട് 20-ൽ
20 സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു അറിവുമില്ല. ഉമാ തോമസിന്റെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത്. കാരണം ഇലക്ഷൻ കാലമാണ്. എന്തുകൊണ്ട് അതാത് സമയങ്ങളിൽ ഈ വിഷയത്തിന്മേൽ പ്രതികരണം ഉണ്ടായില്ല? ദല്ലാൽ നന്ദകുമാർ ഈ കൃത്യസമയത്ത് മാത്രം, അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വിഷയത്തിന്മേൽ എന്തുകൊണ്ട് ഇപ്പോൾ പ്രതികരണം നടത്തുന്നു? മാത്രവുമല്ല, അനിൽ ആന്റണിക്ക് പണം നൽകിയ കാലഘട്ടത്തിൽ ആരായിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നത്? അങ്ങനെയെങ്കിൽ ഈ ആരോപണം ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? അങ്ങനെ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട് ഇത്തരം ഒരു ആരോപണത്തിന്, അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കും. അരുൺ ആണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അനിൽ ആന്റണിക്ക് നേരെ ഉയരുന്ന വിമർശനം എത്രത്തോളം പ്രധാനപ്പെട്ടത് എന്ന് പറയുക. AK ആന്റണി എന്ന ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സംശുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവെന്ന പേരുള്ള ഒരു നേതാവിന്റെ ആ സംശുദ്ധിയാണ് ഇദ്ദേഹത്തിന്റെ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലോടുകൂടി അല്ലെങ്കിൽ ആരോപണത്തോടുകൂടി, വെളിപ്പെടുത്തൽ അദ്ദേഹം പറയുന്ന വസ്തുതയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല, ആ ആരോപണം തന്നെ പറയാം ഈ ഘട്ടത്തിൽ. ആ ആരോപണത്തിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് AK ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ സംശുദ്ധി കൂടിയാണ്. സ്വാഭാവികമായും അനിൽ ആന്റണി എന്ന ഒരു വ്യക്തിക്ക് അന്ന് ഡൽഹിയിൽ താമസിച്ചിരുന്ന അയാൾക്ക് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള രഹസ്യരേഖകൾ, പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ, അവിടുത്തെ കോൺസുൽ നിയമനത്തിന്റെ രേഖകളൊക്കെ ലഭിക്കണമെങ്കിൽ അത് AK ആന്റണി എന്ന പ്രതിരോധ മന്ത്രിയുടെ അധികാരത്തെ മറപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിൻപറ്റിക്കൊണ്ട് മാത്രമേ കഴിയൂ. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ദല്ലാൽ നന്ദകുമാർ അക്കാര്യത്തിന് അനിൽ ആന്റണിയെ സമീപിക്കുകയും ആ പണം കൊടുക്കുകയും ചെയ്തുവെന്ന നന്ദകുമാറിന്റെ ആരോപണത്തെ മുഖവിലേക്കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ കുറ്റക്കാരനാകുക അനിൽ ആന്റണിക്കപ്പുറം AK ആന്റണി എന്ന അന്നത്തെ പ്രതിരോധ മന്ത്രി കൂടിയാണ്. നമുക്കറിയാം, അനിൽ ആന്റണി BJPയിലേക്ക് വരുമ്പോൾ പല അഭ്യൂഹങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ചില ഭീഷണികളും വിരട്ടലുകളും അതിന് പിന്നിലുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നിരുന്നു. ഒരുപക്ഷെ അതിലേക്കൊക്കെ കൂടുതൽ ചർച്ചകൾ കൊണ്ടുപോകുന്ന വെളിപ്പെടുത്തലാകാം, ആരോപണമാകാം ഇപ്പോൾ നന്ദകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്തിന് അനിൽ ആന്റണിക്ക് പണം നൽകണം? അനിൽ ആന്റണി എന്ത് രേഖയാണ് എടുത്തു നൽകിയത്? ചില കാര്യങ്ങൾക്ക് തന്നെ നന്ദകുമാർ സമീപിച്ചിരുന്നു എന്നുകൂടി അനിൽ ആന്റണി പറയുമ്പോൾ, താൻ അത് നിരസിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്തോ വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അത് അനിൽ ആന്റണി പറയും പോലെ ഇത്തരത്തിൽ PJ കുര്യൻ പരിചയപ്പെടുത്തിയ ഒരാൾ, അയാൾ വരുമ്പോൾ സ്വാഭാവികമായും താൻ ഒരു പരിചയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നപ്പോൾ ചില കാര്യങ്ങൾ തന്നെ ദുരുപയോഗം ചെയ്യാൻ, തന്റെ പിതാവിന്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടെ അത് അനിൽ ആന്റണിയും AK ആന്റണിയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഇദ്ദേഹം പറയുന്നത് പോലെ, ദല്ലാൽ നന്ദകുമാർ പറയുന്നത് പോലെ പണം വാങ്ങി ചെയ്തു കൊടുക്കാമെന്ന് ഇദ്ദേഹം ഉറപ്പ് നൽകിയെങ്കിൽ, ചില വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി CBI ഡയറക്ടറുടെ വസതിയിലെത്തിയതടക്കമുള്ള ആരോപണങ്ങൾ കൂടി നന്ദകുമാർ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ ചോദ്യം ചെയ്യപ്പെടുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ AK ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ആദർശധീരത എന്ന അസ്തിത്വത്തെ കൂടിയാണ് ഇപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്, ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിക്കുന്നത്. അനിൽ ആന്റണി തന്നെ തള്ളിക്കളയുന്നിടത്തോളം അതിന് മറ്റ് തെളിവുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരാനിടയില്ല. പക്ഷേ ആ സംശയങ്ങൾ ഇനിയും ഉയർന്നു വരും. അത് കോൺഗ്രസ് നേതൃത്വത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ്. ഒരുപക്ഷെ അനിൽ ആന്റണി ഇപ്പോൾ BJPക്കൊപ്പമായതിനാൽ അത്തരം അന്വേഷണങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കാൻ ഇടയില്ല. ഇവിടെ മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് കൂടിയാണ്, AK ആന്റണി കൂടിയാണ്. ഇന്നലെ AK ആന്റണി വാർത്താ സമ്മേളനം നടത്തിയാണ് ചില കാര്യങ്ങൾ, മകന്റെ BJP ബന്ധത്തെയൊക്കെ തള്ളിപ്പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം തോൽക്കണമെന്ന നിലപാട് വ്യക്തമാക്കിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി AK ആന്റണി മറുപടി പറയേണ്ടി വരും, കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. ദല്ലാൽ നന്ദകുമാറിന് ഇത്ര ഒരു പരാതി ഉണ്ടായിരുന്നു സ്ഥിരീകരിക്കുന്നത് PJ കുര്യൻ എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ പ്രധാന മുഖമായിരുന്ന നേതാവ് കൂടിയാണ്. അവിടെയാണ് അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. AK ആന്റണിയുടെ ഓഫീസിനെ മറയാക്കിയെങ്കിലും അത് സ്വാഭാവികമായും AK ആന്റണിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് ആരും പറയുന്നില്ല. ആ ആരോപണം ഇപ്പോൾ ഉന്നയിക്കാൻ ആർക്കും കഴിയുകയുമില്ല. അതിനപ്പുറത്തേക്ക് ആ ഓഫീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ അതിനെ കരുവാക്കിക്കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രമങ്ങളെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് നന്ദകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് വലിയ ചർച്ചയായി മാറാം. CPM എങ്ങനെ ഇതിനേറ്റു? കാരണം കോൺഗ്രസ് സ്വാഭാവികമായ വിഷയത്തിൽ കാര്യമായ മറുപടി പറയാൻ കഴിയില്ല. അവരുടെ
ഏറ്റവും മുതിർന്ന നേതാവ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്തിനെതിരെ കൂടിയാണ് ഈ ആരോപണം. അദ്ദേഹത്തിന്റെ സംശുദ്ധിയെ കൂടി ചോദ്യം ചെയ്യുന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അവർ ഇടപെടില്ല. അനിൽ ആന്റണി ബിജെപിയുടെ പ്രധാന ദേശീയ നേതാക്കളിൽ ഒരാളായി വളർന്നു വരുന്ന ആളാണ്. കേരളത്തിൽ അത്രയധികം പ്രാധാന്യം നൽകി അദ്ദേഹം ബിജെപി കൊണ്ടു നടക്കുന്ന ആൾ കൂടിയാണ് അനിൽ ആന്റണി. അതുകൊണ്ട് ബിജെപിയുടെ ഭാഗത്തും അത്തരമൊരു ആരോപണമോ അന്വേഷണമോ ഉണ്ടാകാനിടയില്ല. ഇടതുപക്ഷം എങ്ങനെ ഇതിനെ ഏറ്റെടുക്കും എന്നതിനനുസരിച്ചിരിക്കും ഈ വിവാദത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. ഇടതു കേന്ദ്രങ്ങൾ ദല്ലാൽ നന്ദകുമാർ എന്ന അത്ര വിശ്വാസ്യതയില്ലാത്ത ഒരാളുടെ ആരോപണങ്ങൾ അതേപടി ഏറ്റെടുക്കുമോ എന്ന കാര്യം അത്ര വ്യക്തമല്ല. കാരണം നേരത്തെ ഇടതുമുന്നണിയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദല്ലാൽ നന്ദകുമാർ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്ദകുമാറിന്റെ വാക്കുകളെ എത്രത്തോളം ഗൗരവത്തോടെ CPM ഇടതുപക്ഷം എടുക്കുമെന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായും അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിഷയത്തെ ആര് രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരും? പ്രത്യേകിച്ച് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ AK ആന്റണിക്കും പ്രതിരോധ മന്ത്രാലയത്തിനും ഒക്കെ എതിരെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളവർ ആണ് BJP. ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണം ആണ് ഇപ്പോൾ നന്ദകുമാർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ ആകട്ടെ ആ നേതാവ് അനിൽ ആന്റണി ഇപ്പോൾ BJPയുടെ ഭാഗമാണ്. മണിക്കൂറുകൾ കഴിയുമ്പോഴും BJPയുടെ ഭാഗത്ത് നിന്ന് അനിൽ ആന്റണിയെ പിന്തുണയ്ക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സമാനമായ തരത്തിലുള്ള ഒരു മൗനം ഈ വിഷയത്തിൽ തുടരുന്നുണ്ട്. നന്ദകുമാറാണ് വിഷയം ഉന്നയിച്ചത് എന്നതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ ഇടതുപക്ഷത്തിനും സാധിക്കും എന്ന സംശയമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്നാണ്. രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശയാണ് അദ്ദേഹം എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. BJPക്ക് വേണ്ടി നെയ്യാകാൻ വെണ്ണയായി കാത്തിരിക്കുന്ന കോൺഗ്രസുകാർ ഉണ്ട്. BJPയെ ഭയപ്പെട്ട് ലീഗിനെ മാറ്റി നിർത്താൻ സ്വന്തം കൊടി ഉപേക്ഷിച്ചവരാണ് കോൺഗ്രസുകാർ എന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. RSS BJP രാഷ്ട്രീയം പറയാൻ ഇപ്പോഴേ ഇത്രയും വാശിയുള്ള ഇത്തരം മാന്യന്മാർ അഥവാ എങ്ങാനും ഇവിടെ എത്തിപ്പോയാൽ സ്ഥിതി എന്താ? പഴയ ചൊല്ലുണ്ട്, നമ്മളെല്ലാം പഠിച്ചതാണ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് ഓരിട്ട് കരുതേണമോ എന്നാണ് ചോദ്യം. പഴയ ബന്ധത്തിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് ഓരിട്ട് കരുതേണമോ? നിലത്ത് വെച്ചാൽ മതി, ഇവിടെ വെച്ചാൽ മതി, വെണ്ണ നെയ്യാകും. അതുപോലെ ഇവരൊക്കെ വെണ്ണയാണ്. BJPക്ക് വേണ്ടി നെയ്യാകാൻ കാത്തിരിക്കുന്ന വെണ്ണയാണ് ഇത്തരം കോൺഗ്രസ്സുകാർ. അവരാണ് കോൺഗ്രസിൻ്റെ പുതിയ മുഖം. അതുകൊണ്ട് കോൺഗ്രസ് അകപ്പെട്ട ഈ അഗാധമായിട്ടുള്ള ആശയ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി, അതിന് പരിഹാരം കാണാൻ കുതിക്കുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ട്. നെഹ്റുവിനെ മറക്കാത്ത, ഗാന്ധിജിയെ ഓർക്കുന്ന ആ കോൺഗ്രസ്സുകാർ, അവരിൽ പലരും ഇത്തവണ വോട്ട് ചെയ്യുക ഈ പക്ഷത്തായിരിക്കും, ഇടതുപക്ഷത്തായിരിക്കും. എന്തായാലും ഈ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഏറെ കരുതലോടുകൂടി വേണം ഉന്നയിക്കാൻ. കാരണം അങ്ങനെ ഉന്നയിക്കുന്നത് വസ്തുതാപരമായ ആരോപണങ്ങളല്ല എങ്കിൽ അതിന് നിയമ നടപടികൾ അടക്കം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂരിന് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കീൽ നോട്ടീസ്. പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചുവെന്ന തരൂരിന്റെ ആരോപണത്തിൽ ആണ് നിയമ നടപടിയുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. ആരോപണം പിൻവലിച്ച് ശശി തരൂർ മാപ്പ് പറയണം എന്നാണ് ആവശ്യം. സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ശശി തരൂരിന്റെ ശ്രമം എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോട്ടയത്തേക്ക് ആണ് പോകേണ്ടത്. കോട്ടയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്നത് സജി മഞ്ഞക്കടമ്പിലിൻ്റെതാണ്. ജോസഫ് വിഭാഗത്തിലെ നേതാവായ സജി മഞ്ഞക്കടമ്പിൽ കഴിഞ്ഞ ദിവസം ആണ് രാജിവെച്ചത്. പക്ഷേ എങ്ങോട്ടേക്കാണ് സജി എന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സജി മഞ്ഞക്കടമ്പിൽ. കോട്ടയത്ത് ശക്തി പ്രകടനം നടത്തി നിലപാട് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 15-ാം തീയതി സമ്മേളനം നടത്താനാണ് ഇപ്പോൾ നടക്കുന്ന ആലോചന. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുറത്തു വരുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറയുകയാണ്. സജി മഞ്ഞക്കടമ്പിൽ തൻ്റെ രാഷ്ട്രീയ നീക്കം ഇനി എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി കൂടിയാണ് യോഗം വിളിക്കുന്നത്. തന്നോടൊപ്പമുള്ളവരെ കൂട്ടി ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് സജി മഞ്ഞക്കടമ്പിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 15-ന് കോട്ടയത്ത് വെച്ച് ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ഡേറ്റ് സംബന്ധിച്ചൊരു അന്തിമമായ തീരുമാനം വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ പാലയിൽ വെച്ച് കണ്ടപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ് താനൊരു ആർക്ക് വോട്ട് ചെയ്യും എന്ന നിലപാട് താൻ വ്യക്തമാക്കും എന്നുള്ളത്. ഫലത്തിൽ അതുതന്നെയാണ് ഇപ്പോൾ സജി ചെയ്യാൻ പോകുന്നതും. എന്തായാലും
ഒരു UDF അനുകൂല രാഷ്ട്രീയമായിരിക്കില്ല സജി പറയുക എന്ന് ഏതാണ്ട് വ്യക്തമാണ്. UDFനോട് പ്രശ്നമില്ല, UDFിലെ ഘടകകക്ഷികളോട് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പോലും മോൻസ് വിരുദ്ധ വികാരം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ തന്നെ UDF തന്നെ പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ LDF എന്ന നിലപാട് പറയാനായിരിക്കും സാധ്യത. എന്തായാലും നിലവിലൊരു പാർട്ടി പ്രവേശനം എന്ന നിലയിലേക്ക് സജി എത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു പാർട്ടി പ്രവേശനം എന്ന നിലയിലേക്ക് എത്തുന്നില്ല എന്നാണ് സജിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും. പ്രത്യേകിച്ച് LDF ആണ് സജിയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന ജനം ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുക. കേരള കോൺഗ്രസ് എമ്മിലേക്ക് തന്നെ സജി പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ പ്രസാദ് ഉരുൾകുന്നം രാജിവെക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനു മുൻപ് ഓരോ ദിവസങ്ങളിൽ തനിക്കൊപ്പമുള്ള പല നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികൾ, സജി ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ സജി നിയമിച്ച പലരും ഉണ്ട്. സജിക്കൊപ്പം ജോസ് കെ മാണി ഗ്രൂപ്പിൽ നിന്ന് എത്തിയ പലരുമുണ്ട്. അവരെയൊക്കെ രാജിവെപ്പിച്ച് ഇവിടേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സജി ഉന്നയിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അജിത് മുദ്രമലയെ പോലുള്ളവർ ജില്ലാ പഞ്ചായത്ത് അംഗം, അത്തരം ആളുകൾ തന്നെ രാജിവെച്ച് എത്തും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഇതിനിടെയാണ് PC തോമസ് ഇന്നലെ പാലായിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ KM മാണിയുടെ വസതിയിൽ എത്തുകയും ഭാര്യയെ കാണുകയും ചെയ്തു. അത് വ്യക്തിപരമായ സന്ദർശനമെന്ന നിലപാടാണ് എന്ന് PC തോമസ് പറയുകയും എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന ഒരു നിലപാടാണ് എന്ന വിമർശനം ജോസഫ് ഗ്രൂപ്പിലുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് കോട്ടയത്തെ UDF രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. കോട്ടയത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. നമുക്കറിയാം, 2ാം ഘട്ടത്തിൽ ആണ് കേരളം ജനവിധി എഴുതുന്നത്. അതായത് ഏപ്രിൽ 26-നാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതുവരെ തീർച്ചയായും തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ കേരളത്തിന് തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ അതുമാത്രം പോരാ, ദേശീയ വാർത്തകളും പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം ഡൽഹിയിൽ നിന്നുള്ള ഒരു നീക്കമാണ്. നിലവിൽ AAP ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാരണം AAPയുടെ ക്യാപ്റ്റൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ വലിയ തിരിച്ചടിയായിക്കൊണ്ട് ഒരു AAP മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. അതാരാണ്, എന്താണ് ആ രാജിക്ക് കാരണം നോക്കാം ഇടവേളയ്ക്ക് ശേഷം. തെരയിളക്കം ഡൽഹിയിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചു, ആം ആദ്മി പാർട്ടിയുടെ തലവൻ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിൽ ആണ് ഉള്ളത്. അത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആണ് എന്ന് നമുക്കറിയാം. അതിനിടയിൽ ഇപ്പോഴിതാ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജിവെക്കുക മാത്രമല്ല, AAP അംഗത്വവും രാജിവെച്ചു. ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങി എന്നാണ് രാജ്കുമാർ ആനന്ദ് ആരോപിക്കുന്നത്. ആം ആദ്മി പാർട്ടി രൂപീകൃതമായത് തന്നെ അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. എന്താണ് ഇപ്പോഴത്തെ ഈ രാജിക്ക് കാരണം? അത് വിശദീകരിക്കും നാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്. ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കൂടുതൽ നിർണായകമായ ഒരു ശക്തിയാകും രാജ്യത്ത് എന്നൊക്കെയുള്ള പ്രതീക്ഷ പാർട്ടി അണികളിലും അതുപോലെ ഇന്ത്യ മുന്നണിയിലുമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ തിരിച്ചടികൾ വരുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായ ഒരു ഘട്ടത്തിൽ അതിനെയൊക്കെ കേന്ദ്ര ഏജൻസികളുടെ തെറ്റായ നടപടി എന്ന തരത്തിലാണ് വ്യാഖ്യാനിച്ചത്. സഞ്ജയ് സിംഗിന് ഏറ്റവും ഒടുവിൽ ജാമ്യം കിട്ടിയ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് തെളിവുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ തങ്ങൾ നിരപരാധികളാണ് എന്നൊരു ചിത്രം മുന്നോട്ട് വയ്ക്കാൻ ഒരു പ്രതിരോധത്തിന് ആം ആദ്മി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ആ സാഹചര്യമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള കോടതിയുടെ നിരീക്ഷണം, അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ പണം കൈപ്പറ്റുന്നതിന് സംബന്ധിച്ച് EDയുടെ ഭാഗത്ത് തെളിവുകളുണ്ട് എന്നൊക്കെയുള്ള ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണം വലിയ തോതിൽ പാർട്ടിയെ പിടിച്ച് ഉലച്ചിരിക്കുന്നു. അതിന് ഒപ്പമാണ് സാമൂഹ്യക്ഷേമവും അതുപോലെ SC ST ക്ഷേമവുമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടി രാജിവെക്കുന്നത്.
രാജ്കുമാർ നമുക്കറിയാം, അദ്ദേഹം 2011 ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന വലിയ മുന്നേറ്റം അരവിന്ദ് കെജ്രിവാൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ വലിയ തന്ത്രപ്രധാനമായ ഒരു വ്യക്തിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തന രംഗത്ത് വന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം, വളരെ പിന്നോക്ക സാഹചര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അംബേദ്കറിൻ്റെ ഒരു സ്വാധീനത്തോടു കൂടിയാണ് താൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിച്ചു എന്നാണ് രാജ്കുമാർ ആനന്ദ് പറയുന്നത്. പക്ഷേ ഒരു പാർട്ടി പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. നേരത്തെ അഴിമതിക്ക് എതിരെ പ്രസംഗിച്ച കെജ്രിവാൾ രാഷ്ട്രീയം മാറുമ്പോൾ രാജ്യം മാറും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയം മാറിയപ്പോൾ രാഷ്ട്രീയക്കാർ മാറിയിരിക്കുന്നു എന്ന് രാജ്കുമാർ ആനന്ദ് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാളുടെ പാർട്ടി പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങി എന്ന ഒരു ആരോപണമാണ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രാജ്കുമാർ ആനന്ദിന് നേരെ മുമ്പ് EDയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു. അപ്പോൾ 7 കോടി രൂപയുടെ ചില തട്ടിപ്പുകൾ, അതായത് ഈ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വില കുറച്ച് കാണിച്ച് 7 കോടി രൂപയോളം അത്തരത്തിൽ ക്രമക്കേടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ED അന്ന് റെയ്ഡ് നടത്തിയത്. രാജ്കുമാർ ആനന്ദ് വളരെ ദരിദ്ര സാഹചര്യത്തിൽ ജനിച്ച ഒരാളാണെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അലിഗറിലായിരുന്നു. അവിടെ ചെല്ലുകയും ഈ ആക്രി സാധനങ്ങൾ വിൽക്കുന്ന മുത്തശ്ശനോടൊപ്പം താമസിക്കുകയും പിന്നീട് സ്വന്തം നിലയിൽ അധ്വാനിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് രാജ്കുമാർ ആനന്ദ്. പക്ഷേ 1996 അദ്ദേഹം റെക്സിൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. വലിയ ഒരു വ്യവസായ പ്രമുഖൻ എന്ന നിലയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ഈ ചൈനയിൽ നിന്ന് അദ്ദേഹം സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില കേസിലാണ് ED അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. ഏതായാലും അത്തരത്തിലുള്ള റെയ്ഡ് ഭയന്നാണ് ഈ ആനന്ദ് ഇങ്ങനെ പാർട്ടി മാറുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് വരുന്നു. അതേസമയം അതിഷി ഇതുപോലെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി അതിഷി വ്യക്തമാക്കിയത് തന്നെയും BJP ഇതുപോലെ സമീപിച്ചിരുന്നു, പാർട്ടി വിടണം, BJPയിൽ ചേരണമെന്ന്. സമാനമായ സാഹചര്യമാണ് ഈ മന്ത്രിക്കും ഉണ്ടായിട്ടുള്ളത്, രാജ്കുമാർ ആനന്ദിനും ഉണ്ടായിട്ടുള്ളത് എന്ന് അതിഷി വ്യക്തമാക്കുന്നു. ഇത് സഞ്ജയ് സിംഗിനെ പോലെ എല്ലാവർക്കും പോരാടി ജയിക്കാനാകില്ല എന്ന പ്രതികരണമാണ് സൗരഭ് ഭരദ്വാജിനെ പോലുള്ള ആം ആദ്മി നേതാക്കൾ പറയുന്നത്. ചിലർ ഈ EDയെയും അതുപോലെ കേന്ദ്ര ഏജൻസികളെയും ഭയന്ന് പെട്ടെന്ന് തന്നെ പാർട്ടി വിടുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ തങ്ങൾ മുന്നോട്ട് പൊരുതും എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ കെജ്രിവാൾ ജയിലിൽ തുടരുന്നു. അദ്ദേഹം ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. അദ്ദേഹത്തിന് എതിരെ കേസെടുത്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിയൊരു സാഹചര്യത്തിൽ വൈകാതെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അഴിമതിക്കെതിരെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു പോരാട്ടത്തിലൂടെ അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പൂർണ്ണമായും അഴിമതി സംബന്ധമായ ആരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന ഒരു വിവാദമാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ഡൽഹിയിൽ മന്ത്രി ആനന്ദ് രാജ്കുമാർ രാജിവെക്കുമ്പോൾ കേരളത്തിൽ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മന്ത്രിമാർ അടക്കം മത്സര രംഗത്തുണ്ട്. അതിൽ ഒരാളാണ് മന്ത്രി വി മുരളീധരൻ. അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഇവിടെ ഇപ്പോൾ വി മുരളീധരന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ. വിശദാംശങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? എവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടായത്? പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയമുക്കിലാണ് വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ കടന്നു പോകുമ്പോൾ ഒരു ബൈക്കിൽ 3 പേരെത്തി യാത്രയ്ക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞത്. അസഭ്യം വിളിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. ഈ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്ന CCTVയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ BJP പുറത്തുവിട്ടിരിക്കുന്നത്. 3 യുവാക്കൾ ഒരു ബൈക്കിൽ വരികയും ഈ വാഹനത്തെ മറികടന്ന് മുരളീധരൻ സഞ്ചരിക്കുന്ന വാഹനത്തെ മറികടന്ന് മുന്നോട്ട് പോകുന്ന വഴി അസഭ്യം വിളിക്കുകയായിരുന്നു. 3 പേരും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 3 പേരുടെയും ദൃശ്യങ്ങൾ വ്യക്തമാണ്. വാഹനത്തെ കടന്നു പോകുമ്പോൾ അസഭ്യം വിളിക്കുന്നു, വഴി മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യ വർഷം നടത്തുകയായിരുന്നു ഈ 3 യുവാക്കൾ ബൈക്കിൽ വന്നവർ. ഇത് CPM പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ള സംഘമെന്ന പരാതിയാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഇതിനെ തുടർന്ന് ബൈക്കിലെത്തിയ 3 പേർ, അതായത് CPM മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനാണ് അക്രമത്തിന് നേതൃത്വം നൽകി അസഭ്യ വർഷത്തിന് നേതൃത്വം നൽകിയതെന്നാണ് BJP ആരോപിക്കുന്നത്. 7:15 മണിയോടെ ബൈക്കിലെത്തിയ 3-അംഗ സംഘം പര്യടന വാഹനത്തിൽ വന്ന ബൈക്ക് യാത്രികരെയും ഈ മുരളീധരനെ കടന്നുപോയി ബൈക്ക് യാത്രികരെയും തീർച്ചയായും അരുൺ നമുക്ക് ആ ദൃശ്യമൊന്ന് പ്രേക്ഷകരെ ഹോൾഡ് ചെയ്ത് കാണിപ്പിക്കാം. എന്തായാലും വളരെ പെട്ടെന്ന് തിരികെ എത്താം.
വി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഈ ടൂ വീലറിൽ സഞ്ചരിക്കുന്നവർ വളരെ മാന്യന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം 3 പേർ ഉണ്ട് ആ വാഹനത്തിൽ. ഒരു ടൂ വീലർ 3 പേരുണ്ട്. ഒരാൾ പോലും ഹെൽമറ്റ് വെച്ചിട്ടില്ല. അതിൽ ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന ഭാഷ അത് പ്രേക്ഷകരെ കേൾപ്പിക്കാനും പറ്റുന്നില്ല. അതുതന്നെയാണ് വാഹന പര്യടനത്തിന് മറികടന്നു വന്ന് അസഭ്യം വിളിക്കുകയാണ് ആ യുവാക്കൾ. ഇതിനെ തുടർന്ന് മുരളീധരന്റെ വാഹന പര്യടനം അരമണിക്കൂറോളം നിർത്തിവച്ചിരുന്നു. ഈ സ്ഥലത്ത് നിർത്തിവച്ചിരുന്നു. ഇതിനു ശേഷവും ചില സ്ഥലത്ത് ഒരിടത്ത് വെച്ച് കല്ലറക്കോണം ജംഗ്ഷനിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും BJP പ്രവർത്തകർ ആരോപിക്കുന്നു. അവിടെ CPM കൊടി വീശി നിന്ന പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് BJPയുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ നടന്ന വാഹന വ്യൂഹത്തിന്റെ അടുത്തെത്തി അസഭ്യം പറഞ്ഞതോടുകൂടി മുരളീധരൻ യാത്ര നിർത്തിവെച്ചു. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പകൽക്കുയിൽ ഈ പര്യടനം അരമണിക്കൂറിലോളം നിർത്തിവെച്ചു. ഈ മുരളീധരന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് എത്തി. പിന്നീട് പോലീസ് സംരക്ഷണയിലാണ്, പോലീസിന്റെ കാവലിലാണ് പിന്നീട് പര്യടനം പുരോഗമിക്കുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയമായി യോജിപ്പുകളും വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയാണ് എങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണ് എങ്കിലും, അത് കേരളത്തിൻ്റെ സാംസ്കാരിക നിലവാരത്തിന് നിരക്കുന്നതല്ല എന്ന് മാത്രം പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരയിളക്കം അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും ഇതേ സമയം കാണാം. നമസ്കാരം.